ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചെമ്മീൻ കറിയാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള കറിയൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മാത്രമേ ടേസ്റ്റ് കാണത്തുള്ളൂ. ഈ വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ചുവന്നുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പീരിയമുളകും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ എണ്ണയിലോട്ടിട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടി കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഈ പൊടിയിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്നൊരു പേസ്റ്റ് ആക്കിയിട്ട് ഈ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ നേരിട്ട് തന്നെ പൊടി ഈ എണ്ണയിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പൊടി കരിയാതിരിക്കും. ഈ മസാലപ്പൊടിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത്. ഒത്തിരി വെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. എന്നുവെച്ചാൽ ചെമ്മീൻ ആയതുകൊണ്ട് ചെമ്മീൻ വേകുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങും. ഇനി ഇതിലോട്ട് പുളിക്ക് ആവശ്യത്തിന് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു കഷ്ണം കുടംപുളി എടുത്തിട്ട് അത് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു 3ആയിട്ട് കീറിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട്. ഞാനിതിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് ഇനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനൊരു 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുത്ത ചെമ്മീനാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് പാത്രം അടച്ച് വെക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് വീണ്ടും പാത്രം അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് മതിയാകും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പാത്രം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ട് കറിക്ക്. ഇനി അതിലോട്ട് ഒരു 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു സ്വാദായിരിക്കും ഈ കറിക്ക്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഈ ചട്ടി ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ നാടൻ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന പുളിയെല്ലാം നല്ലതുപോലെ ഈ കറിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അതുപോലെ ഈ കറി ഉണ്ടാക്കാൻ പിരിയൻ മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അതുപോലെ എരിവും കുറവായിരിക്കും. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.